കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ബഹുമാനനായ ശ്രീ വി ഡി സതീശൻ ഇനിയുള്ള മിനിറ്റുകളിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുമെന്നാണ് പ്രതീക്ഷ. പ്രത്യേകിച്ചും പ്രവാസ ലോകത്തെ സംബന്ധിച്ച്, പ്രവാസികളെ സംബന്ധിച്ച് ശ്രീ വി ഡി സതീശനെ, നമ്മുടെ ആരാധ്യനായ പ്രതിപക്ഷ നേതാവിനെ കേൾക്കാൻ കാത്തിരിക്കുന്നവരാണ് നമ്മുടെ പ്രവാസി മലയാളികൾ. സ്വാഗതം ചെയ്യുന്നു ശ്രീ വി ഡി സതീശൻ. ക്യാപ്റ്റൻ ഒറിജിനൽ എന്ന് അങ്ങ് വിശേഷിപ്പിക്കപ്പെട്ടു. പിന്നീട് ലീഡർ എന്ന രീതിയിലുള്ള ഫ്ലെക്സുകൾ വെച്ചു. അപ്പോഴൊക്കെ അങ്ങ് പറഞ്ഞു, ഞാനല്ല ക്യാപ്റ്റൻ, ഞാനല്ല ലീഡർ. കേരള രാഷ്ട്രീയത്തിൽ ഒരേ ഒരു ലീഡറേ ഉള്ളൂ. ആ ഒരു നിലപാട് സ്വീകരിച്ചതിന്റെ പിന്നിൽ എന്താണ്? അല്ലല്ല, അതിലൊന്നും ഒരു കാര്യമില്ല. അത്തരം കാര്യങ്ങളിലൊന്നും നമ്മൾ വീണു പോകരുത്. അതൊരു ട്രാപ്പാണോ? അങ്ങനെ അല്ല, തോന്നിയോ? മനഃപൂർവ്വമായിട്ടാണോ മനഃപൂർവ്വമായിട്ടല്ലാതെയാണോ അങ്ങനത്തെ ഒരു ചർച്ച വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ അതിൻ്റെ അകത്ത് വീഴേണ്ട കാര്യമില്ല. കാരണം തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ക്രെഡിറ്റ് എനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, അത് കൂട്ടായ നേതൃത്വത്തിൻ്റെയാണ്. ഞാനത് ഏകോപിപ്പിക്കാൻ ഞാൻ മുൻകൈ എടുത്ത് കാണും. കാരണം എൻ്റെ ഉത്തരവാദിത്വം അതാണ്. ഞങ്ങൾ എല്ലാ വിഷയങ്ങളും കൂടിയാലോചിച്ചിട്ടാണ് ചെയ്തിരുന്നത്. പൂർണ്ണമായിട്ട് പാർട്ടി നേതാക്കളുമായിട്ടുള്ളൊരു ആ കൂടിയാലോചനകളിൽ നിന്നാണ് ഞങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് മാത്രം അവകാശപ്പെട്ടത് മാത്രമല്ല ഞാൻ ആ പ്രൊഫൈലിലൊന്നുള്ള ആളല്ല. നമുക്ക് നമ്മളെക്കുറിച്ച് ആദ്യം സ്വയം ബോധ്യം ഉണ്ടാവണം. കെ കരുണാകരനോ AK ആന്റണിയോ ഉമ്മൻചാണ്ടിയോ ഒക്കെ പ്രതിപക്ഷ നേതാവായപ്പോൾ നിന്നപ്പോൾ അവർക്കുണ്ടായ സ്റ്റേച്ചറൊന്നും എനിക്കില്ല. ഞാൻ ആ സ്ഥാനത്ത് വന്നൊന്ന് കരുതിയത് ആ സ്ഥാനത്തോടൊപ്പം വന്ന് വീഴുന്ന ഒന്നല്ല. അത് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ നന്നായി പ്രവർത്തിച്ച് ഒരു സ്റ്റേജിലെത്തുമ്പോൾ ഉണ്ടാകേണ്ട ഒന്നാണ്. അതൊക്കെ ഇപ്പോഴേ തന്നെ നമുക്കുണ്ടെന്ന് നമ്മൾ ധരിക്കുന്നതും നമ്മൾ അപകടത്തിലെത്തിക്കും. എളിമയല്ല, അത് യഥാർത്ഥത്തിൽ എളിമയല്ല. ഞാൻ അത്ര അങ്ങനെ എളിമയുള്ള ഒരാളല്ല. പക്ഷേ വി ഡി സതീശന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അല്ലെങ്കിൽ കഴിവായി പൊതുസമൂഹം വിലയിരുത്തുന്നത് അങ്ങയുടെ പ്രസന്റേഷൻ സ്കില്ലാണ്. കാര്യങ്ങൾ ഇത്രയും നന്നായി പ്രസന്റ് ചെയ്യാൻ, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന സമീപകാലത്തെങ്കിലും അത്തരത്തിലൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ആ ഒരു ആത്മവിശ്വാസം അങ്ങേക്കില്ലേ? അല്ല, അതിൻ്റെ അകത്തൊരു വ്യത്യാസമുണ്ട്. അതായത് ഞാൻ എപ്പോഴും ഈ നമ്മൾ പറയുന്നത് കേൾക്കുന്നത് നമ്മളെക്കാൾ വിവരമുള്ള ആളുകളാണ് എന്നൊരു ഭയം എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഒരു വിഷയം നമ്മൾ പറയുമ്പോൾ ആ വിഷയത്തിൽ നമ്മൾ പല വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ്. നമ്മൾ നൂറുകണക്കിന് വിഷയങ്ങളുടെ ഇടയിലാണ് ഓരോ വിഷയവും പറയുന്നത്. ആ ഓരോ വിഷയത്തിലും നാട്ടിൽ നന്നായി നമ്മളെക്കാൾ അറിയാവുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരത് കേൾക്കുമ്പോൾ നമ്മളൊരു അവാസ്തവമായ കാര്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ, തെറ്റായി ഒരു വാദം ജയിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞാൽ, അത് ഒരു സമൂഹത്തിൽ അത് മനസ്സിലാക്കുന്ന നമ്മളെക്കാൾ അറിവുള്ള ആളുകളുണ്ട്. മാത്രമല്ല, കുട്ടികൾ പോലും പിന്നെ ഒരു സ്കൂളിൽ പോയി നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമ്മളൊരു ഫാക്ച്വൽ മിസ്റ്റേക്ക് പറഞ്ഞാൽ കുട്ടികൾ അപ്പം തന്നെ ഗൂഗിളിൽ നോക്കി എടുത്തിട്ട് പറയും, സാറേ അത് സാറ് പറഞ്ഞ തെറ്റാണെന്ന് പറയും. അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വിഷയങ്ങൾ പഠിക്കും, നന്നായി പഠിക്കും ഞാൻ സാധാരണയായിട്ട്. അപ്പോൾ അത് അറിവുള്ളവർ, ഇപ്പം ഞാൻ ലോ ഗ്രാജുവേറ്റാണ്, ഞാൻ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒരു പ്രധാനപ്പെട്ട നിയമവിഷയം ഞാൻ വരുമ്പോൾ, ഇപ്പം എനിക്കറിയാവുന്നൊരു വിഷയമാണല്ലോ നിയമം എന്ന് പറയുന്നത്, എങ്കിലും ഞാൻ ചിലപ്പോൾ ഹൈക്കോടതിയിലെ അതുമായി ബന്ധപ്പെട്ടൊരു സീനിയർ അഭിഭാഷകനുമായി ഞാൻ സംസാരിക്കും. അപ്പോൾ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമുക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരും. രണ്ട്, അദ്ദേഹം പറയും താനെടുത്തിരിക്കുന്ന പൊസിഷൻ കറക്റ്റാണ്, അതാണ് അതിൻ്റെ ലീഗൽ പൊസിഷൻ. അപ്പോൾ നമുക്ക് ആത്മവിശ്വാസമായി. മൂന്ന്, ചിലപ്പോൾ അവർ കുറച്ചുകൂടി പുതിയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. ഈ മൂന്ന് കാര്യങ്ങൾ വരുമ്പോഴും നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും നമ്മുടെ കൺവിക്ഷൻ, നമ്മുടെ ബോധ്യം കൃത്യമാവുകയും ചെയ്യാൻ. അപ്പം നമ്മൾ പറയുന്ന ടോണിൽ വ്യത്യാസം വരും. നമ്മൾ അറിയാത്തൊരു കാര്യം, പഠിക്കാത്തൊരു കാര്യം പറയുമ്പോൾ നമുക്ക് ആ കോൺഫിഡൻസ് ഉണ്ടാവില്ല. അത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. അപ്പം അതുകൊണ്ട് നന്നായിട്ട് ഹോംവർക്ക് ചെയ്യാറുണ്ട്. അല്ലാതെ ഞാനങ്ങനെ എല്ലാ വിഷയങ്ങളും അറിവുള്ള ഒരാളല്ല. അറിവുള്ള ആളുകളോട് ചോദിക്കും. പിന്നെ പരമാവധി നന്നായി വായിക്കാൻ ശ്രമിക്കും, പഠിക്കാൻ ശ്രമിക്കും. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാൻ എപ്പോഴും ഞാൻ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന കാലത്തും അങ്ങനെ തന്നെയായിരുന്നു, നിയമസഭയിൽ പ്രസംഗിക്കുന്ന കാലത്തും അങ്ങനെയായിരുന്നു. നിയമസഭയ്ക്ക് പുറത്തിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാൻ അവസരം കിട്ടുമ്പോഴും വസ്തുതകളുടെ പിൻബലത്തിൽ മാത്രം സംസാരിക്കുക. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലോ, ഇപ്പോൾ ആരെങ്കിലും കൊണ്ടുവന്നൊരു ഡോക്യുമെന്റ് തന്നു, ഇപ്പോൾ പലരും നമുക്ക് അയച്ചു തരും പല കാര്യങ്ങൾ. ചിലപ്പോൾ അത് വ്യക്തിപരമായ വിരോധം തീർക്കാനായിരിക്കാം, അല്ലെങ്കിൽ തെറ്റായി നമ്മളെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അതൊന്നും ഒരു ഡോക്യുമെന്റ് കൗണ്ടർ ചെക്ക് ചെയ്യാതെ നമ്മൾ പറയില്ല. നമുക്ക് 3 പ്രാവശ്യം നമ്മൾ കൗണ്ടർ. ഈ ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഞാൻ നിയമസഭയിൽ വളരെ സജീവമായിരുന്നു. അന്ന് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചതാണ്, ആര് കൊണ്ടുപോയി ഒരു ഡോക്യുമെന്റ് കൊടുത്താലും അത് കൗണ്ടർ ചെക്ക് ചെയ്ത് ഇത് ശരിയാണെന്ന് പൂർണ്ണമായ ബോധ്യം വരുത്തുന്ന ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയാം. പറയാം. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അങ്ങ് ഈ നേതൃസ്ഥാനം ഏറ്റെടുത്ത ശേഷം
പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയം, ഏറ്റവും വലിയ ഒന്നായി കാണുന്നത് എന്താണ് രാഷ്ട്രീയ വിജയം? ഒന്ന് എനിക്ക് തോന്നുന്നത് ഈ കേരളിന്റെ കാര്യത്തിൽ ജനകീയ പ്രക്ഷോഭണം ഏറ്റെടുത്തു UDF. ജനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേരളത്തിലെ സമര ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത ഒരു സമരമുഖം തുറന്നു. ഞങ്ങളല്ലായിരുന്നു മുൻപന്തിയിൽ, ജനങ്ങളായിരുന്നു മുൻപന്തിയിൽ. ആ ജനങ്ങളുടെ ധൈര്യം UDF പുറകിലുണ്ടെന്നായിരുന്നു. അങ്ങനെ കേരളിനെതിരായിട്ട് ഞങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഈ പറഞ്ഞതുപോലെ ഒരു കമ്മിറ്റിയെ വെച്ച് നന്നായി പഠിച്ച് ബോധ്യപ്പെട്ട് ഇത് കേരളത്തിന് അപകടകരമാണ്, ഇത് കേരളത്തിലൊരു പാരിസ്ഥിതിക ദുരന്തം ഉണ്ടാക്കും, ഇത് കേരളത്തെ സാമ്പത്തികമായി ശ്രീലങ്ക പോലെ ആക്കും എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി. വൈദഗ്ധ്യമുള്ള ആളുകളുമായി നിരന്തരമായി ചർച്ച ചെയ്ത് ഞങ്ങൾക്കുണ്ടായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തുടങ്ങിയ ആ സമരം, അതൊരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതൊരു 80% വരെ ആ സമരം വിജയിച്ചു. സർക്കാർ ധാർഷ്ട്യത്തോടു കൂടി എന്തു വന്നാലും ഇത് നടപ്പാക്കുമെന്നുള്ള ധിക്കാരപൂർവമായൊരു നിലപാടെടുത്തപ്പോൾ ആ നിലപാടിനെ ജനങ്ങളെ മുന്നിൽ നിർത്തി നടത്തിയ സമരത്തിലൂടെ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി. അതുകൂടി എൻ്റെ ഈ സമരത്തിൽ, അല്ലാതെ വെറുതെ എതിർക്കുകയായിരുന്നില്ല, എതിർക്കാനുള്ള കൃത്യമായ കാരണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ കാരണങ്ങൾ വെച്ചുകൊണ്ട് എതിർത്ത് അതിലൊരു വിജയം നേടാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളൊരു പ്രധാനപ്പെട്ട നേട്ടം. രണ്ടാമത്, ഈ രാഷ്ട്രീയ വിഷയങ്ങൾക്ക് അപ്പുറത്ത് നിയമസഭയ്ക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും സാധാരണക്കാരെ ബാധിക്കുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹങ്ങളെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ നമുക്ക് ഫോക്കസിലേക്ക് കൊണ്ടുവരാൻ പറ്റി. ഇപ്പോൾ ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു വിഷയം, കേരളത്തിലെ തീരപ്രദേശത്ത് സങ്കടമാണ്, ദുരിതമാണ്, പട്ടിണിയാണ്. നിരന്തരമായി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന തീരശോഷണം, കാറ്റെടുത്തും കടലെടുത്തും പോകുന്ന ജീവിതങ്ങൾ, മത്സ്യലഭ്യതയുടെ കുറവ്, അതുപോലെ മണ്ണെണ്ണയുടെ വിലവർധനം, ഇങ്ങനെ തീരപ്രദേശത്തെ ദുരിതം എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു 1/2 ഡസൻ പ്രാവശ്യമെങ്കിലും നിയമസഭയിൽ കൊണ്ടുവന്ന് കേരളത്തിൻ്റെ ഒരു ഫോക്കസ്, ഗവൺമെൻറ്റിൻ്റെ ഭരണകൂടത്തിൻ്റെ ഫോക്കസ് അതിലേക്ക് കൊണ്ടുവരാൻ പറ്റി. കുട്ടനാടത്തെ കർഷകരുടെ സങ്കടങ്ങൾ, കേരളത്തിലെ കാർഷിക പ്രശ്നങ്ങൾ, ദളിത് ജനവിഭാഗം അനുഭവിക്കുന്ന ഈ ട്രൈബൽ ഏരിയയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, എൻഡോസൾഫാൻ വിഷയം, അതുപോലെ ഈ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, 195 രാജ്യങ്ങൾ ചേർന്നുണ്ടാക്കിയ ഇന്റർ ഗവൺമെൻറ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് IPCC റിപ്പോർട്ട് ഞങ്ങൾ കേരള നിയമസഭയിൽ ചർച്ച ചെയ്തു. ഞങ്ങളാണ് കൊണ്ടുവന്നത്, പ്രതിപക്ഷം. അതിന്മേലുള്ള അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ റിപ്പോർട്ടും ചർച്ച ചെയ്തു. ലോകത്ത് ഒരു നിയമനിർമ്മാണ സഭയും ഈ IPCC റിപ്പോർട്ട് ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു എനിക്ക് വളരെ അഭിമാനം തോന്നിയ ഒരു ദിവസമാണ്. ശ്രീ PC വിശ്വനാഥാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്ത് ഞങ്ങളെല്ലാം ചർച്ചയിൽ പങ്കെടുത്ത് ഞങ്ങളത് പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നതാണ്. കാരണം കേരളത്തിൻ്റെ നിയമസഭയുടെ അന്തസ്സും അതിൻ്റെ പ്രൗഢിയും ഉയർത്തി കാണിക്കൊണ്ടുള്ള ചർച്ചകളാണ് നടന്നത്. കാരണം ആ ചർച്ച കാലാവസ്ഥാ വ്യതിയാനം മൂലം ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കാൻ പോകുന്ന സംസ്ഥാനമാണ് കേരളം എന്നുള്ളൊരു മുന്നറിയിപ്പ് ഗവൺമെൻറ്റിനും പൊതുസമൂഹത്തിനും കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയും. അങ്ങനെ ഉള്ള ഒരുപാട് വിഷയങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ ധനകാര്യം, LSGD, അതുപോലെ ഹെൽത്ത്, ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി തുടങ്ങിയ വിഷയങ്ങളിൽ ഷാഡോ കമ്മിറ്റികളുണ്ട്. വളരെ പ്രഗത്ഭരായ ആളുകൾ ചെയർമാനും കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ഞങ്ങൾ ഇത് നന്നായിട്ട് സ്റ്റഡി ചെയ്യുന്നുണ്ട്. UDF ഞങ്ങളൊരു ഒരു ഒരു എക്സ്പെരിമെൻ്റലായിട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ ആണ് ഈ പ്രധാനപ്പെട്ട 4 കമ്മിറ്റികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ബ്രിട്ടീഷ് പാർലമെൻറ്റ് മോഡലിൽ ഉള്ള ഒരു ഷാഡോ കമ്മിറ്റിയാണ് ഞങ്ങൾ ഒരു പരീക്ഷാടിസ്ഥാനത്തിൽ ഉണ്ടായി. അവർ നല്ല സ്റ്റഡി നടത്തുകയാണ്. അപ്പം നമുക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടും, നല്ല ഡോക്യുമെൻ്റ് കിട്ടും. അപ്പോൾ കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ട്, അതായത് നമ്മൾ അതാണ്, അതായത് നോൺ ഇഷ്യൂസ് ചർച്ച ചെയ്ത് ആർക്കും പ്രയോജനമില്ലാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്ത് നമ്മൾ സമയം കളയുന്നതിന് പകരം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നമ്മുടെ ചർച്ചയെ കണ്ടന്റ് ഉള്ളതാക്കി മാറ്റി ഗൗരവത്തോടു കൂടി ആക്കി കാണാൻ. ഇപ്പോൾ സാമ്പത്തിക വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച വരുമ്പോൾ കൃത്യമായ ഒരു അനാലിസിസ്, കേരളത്തിൻ്റെ ഒരു ഫിസ്ക്കൽ പൊസിഷൻ, ധനകാര്യ സംബന്ധിയായ വിഷയങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയും.